പാണക്കാട് കുടുംബത്തിനെതിരെ ഉമർ ഫൈസി നടത്തിയ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി മുസ്ലിം ലീഗ്. ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ലീഗ് സംസ്ഥാന നേതാവ് ജബ്ബാർ ഹാജിയുടെ മറുപടി. പാണക്കാടിന്റെ പൈതൃകം അളക്കാൻ ഉമർ ഫൈസി ആരാണ്? പാണക്കാടും സമസ്തയും യോജിച്ചു പോകരുത് എന്നാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും ജബ്ബാർ ഹാജി പറയുന്നു. പാണക്കാടിന്റെ പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പഠിപ്പിക്കേണ്ട എന്നും ജബ്ബാർ ഹാജി പ്രതികരിക്കുന്നുണ്ട്. സമസ്തക്കുള്ളിലെ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനവും വിമർശനവും ഒക്കെ ഇടക്കാലത്തൊരു അഴവ് വന്നിരുന്നു. എന്നാൽ പാണക്കാട്ട് നടത്തിയ ഒരു പൈതൃക സമ്മേളനത്തിനു പിന്നാലെ അത്തരം വിവാദങ്ങൾ വീണ്ടും തലപൊക്കുകയാണ്. എനിക്കൊപ്പം ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനുമായിട്ടുള്ള ജബ്ബാർ ഹാജി ചേരുകയാണ്. പാരമ്പര്യം പറഞ്ഞ് തങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് ഉമർ ഫൈസിയുടെ ഒരു വിമർശനങ്ങളിൽ ഒന്ന്. ഈ പൈതൃക സമ്മേളനം നടത്തിയത് കൊണ്ടല്ല ഇങ്ങനെയൊന്നും ഉണ്ടായത്. ഇത് വളരെ പ്ലാൻഡായി ആലോചിച്ച് ഉമർ ഫൈസി അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളിലായിരുന്നു മുമ്പൊക്കെ നടന്നിരുന്നത്. ലീഗ് വിരുദ്ധതയും പാണക്കാട് വിരുദ്ധതയും ഇവർ മുമ്പേ കൊണ്ടു നടക്കുന്ന കുറച്ച് ആൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനെ കടിഞ്ഞാണിട്ടിരുന്നു. ഇയാൾ ഇറങ്ങുന്നു, ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു, അതൊരു വാർത്തയാക്കുന്നു. അല്ല, സമസ്തയും ലീഗും തമ്മിൽ ഇപ്പം പ്രശ്നമില്ല. വളരെയധികം നല്ല രീതിയിലാണ് ബഹുമാനപ്പെട്ട സമസ്തയും ലീഗും പാണക്കാട് കുടുംബമൊക്കെ പോകുന്നത്. ഇവരെന്താണോ ലക്ഷ്യം വെക്കുന്ന ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഈ യോജിപ്പ് അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രചരണങ്ങളും കൊണ്ട് ഇത്തരം പ്രസ്താവനകളും പ്രസംഗങ്ങളും വന്ന് പറയുന്നു. പിന്നെ പാണക്കാടിൻ്റെ പൈതൃക അളക്കാൻ ബല ആര്? ഇവരാണ് പാണക്കാട് പാരമ്പര്യത്തെ പിടിച്ച് പരിഗണിക്കേണ്ടത്. ആ പൈതൃക സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുതിർന്ന ഒരു പണ്ഡിതൻ കാസർഗോഡ് നിന്ന് വന്നതാണ്, താക്കുസ്താദ്. വളരെ അർത്ഥശങ്കക്കിടാതെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നയിച്ചോളൂ, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ടെന്ന് സാദിഖ് അലി തങ്ങളെയും അബ്ബാസ് അലി തങ്ങളെയും സാക്ഷി നിർത്തി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അതിലെന്താ തെറ്റ്? ഇതുപോലെ അത് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ ചില ഭാഷകൾ സമസ്ത എന്താണ്, ഞാൻ പിന്നെ കൂടിയതാണ്, കയറി കൂടിയതാണ്, ഞങ്ങൾ ജയിക്കുമെന്ന് കണ്ട് ഇത് പാണക്കാട് നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു വിമുഖത കാണിച്ചാൽ ഈ സമ്മേളനോ അതല്ലെങ്കിൽ അതൊന്നും വിജയം കാണില്ല. അതൊന്നുമില്ല. പക്ഷെ ഇത് വിജയിക്കേണ്ടത് ആവശ്യം. സമസ്ത 100 വർഷത്തെ പാരമ്പര്യം, അതൊരു 100ാം വർഷം ആഘോഷിക്കുമ്പോൾ അത് വിജയിക്കണ്ടേ? അതിന് ബാധ്യസ്ഥരാ പാണക്കാട് കുടുംബം. ഇപ്പോൾ പാണക്കാട്ടെ പൈതൃക പരിപാടി നടത്തുമ്പോൾ അതിൽ സമസ്തയിലുള്ള ലീഗ് അനുകൂലികൾ മാത്രമുള്ള ഒരു പരിപാടി എന്ന രീതിയിലായിരുന്നു ഒരു പ്രചാരണം. അതുകൊണ്ടാണ് ഉമർ ഫൈസിയെ ഇപ്പൊ ചൊടിപ്പിക്കാൻ കാരണം? അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും വിളിച്ചിരുന്നു. പാണക്കാട് വെച്ച് മലപ്പുറത്ത് ചടക്കുമ്പോൾ മലപ്പുറത്തുള്ളവരെ വിളിച്ചാൽ എന്തിനായാലും ഉമർ ഫൈസിനെ മറ്റുള്ളവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. SYS കമ്മിറ്റിയാണ് അത് നടത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും അതിലുണ്ട്. ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്നൊക്കെയാണോ ലീഗ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾക്കിത് പറയണം. ഇത് കാരണം ഇത് തകരുന്നത് ഞമ്മക്കും വേദന ഉണ്ട്. ഇത് ഈ രീതിയിൽ പോകുന്നത് ഞങ്ങൾ സമസ്തയുടെ ഭാഗമാണ്. സമസ്തയുടെ നേതൃത്വത്തോട് പറയുന്നു, കടിഞ്ഞാണ്ടണം. ഇതില്ലെങ്കിൽ നടപടിയെടുക്കുക. എന്താണോ സമസ്ത ഉദ്ദേശിക്കുന്നത് അത് എടുക്കണം. ഇത് ഇനി ആവർത്തിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും. ഇപ്പം ഉമർ ഫൈസി മുക്കം ആ ഒരു സംഘത്തിൽപ്പെടുന്ന ആളുകൾ ഒരു വിമർശനം ഉന്നയിക്കുന്നു, തിരിച്ചു മറുഭാഗത്ത് വിമർശനം ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഇത് വലിയ വിവാദത്തിലേക്കൊക്കെ മുൻപും പോയിട്ടുള്ളത്. അപ്പം വീണ്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയല്ലേ ഒരു ആരോപണവും പ്രത്യാരോപണവും ആവുമ്പോൾ? പൈതൃക സമ്മേളനം നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാണക്കാട് കുടുംബത്തെയും ബാഫക്കി തങ്ങളെയും എല്ലാം അവർ ഞങ്ങളെ പാരമ്പര്യം കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന്. പേടിപ്പിക്കൊന്നുമില്ല. എന്തിനാ പേടിപ്പിക്കുന്നത്? പക്ഷേ പാരമ്പര്യം ഉള്ളവർക്കല്ലേ അത് പറയാൻ കഴിയുള്ളൂ. പാരമ്പര്യം ഇല്ലാത്ത ഇവർക്ക് എന്ത് പറയാനുള്ളത്? ഇവർക്ക് എന്ത് പാരമ്പര്യ? സമസ്തയിലും ഞങ്ങൾക്ക് ചിലത് പറയിപ്പിക്കരുത് എന്നേ പറയാനുള്ളൂ. പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ പരീക്ഷിക്കരുത്. ചിലതൊക്കെ പറഞ്ഞാൽ അപകടമാവും. സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി എടുക്കണമെന്നാണ് ജബ്ബാർ ഹാജി പറഞ്ഞു വെക്കുന്നത്. ആ പാരമ്പര്യം കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന ഒരു വാക്കിന്മേലാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വീണ്ടും വേർതിരിവുകളും അതുപോലെ തന്നെ വിവാദങ്ങളും ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.